തിരുത്തൽ വിവാദത്തിൽ ജി സുധാകരനെതിരെയുള്ള കേസ് അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ആലപ്പുഴ ജില്ലാ ഭരണകൂടം. അന്വേഷണം തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ന്യൂസ് 18നോട് പറഞ്ഞു. തെളിവ് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. കേസ് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അന്വേഷണ സംഘം പറയുന്നത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അത് നമുക്ക് 1984 നടന്നൊരു കേസാണ്. അപ്പോൾ നമുക്ക് ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ അടുത്ത പുതിയ ഇലക്ഷൻ വരുന്ന സമയത്ത് പഴയ ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്യാൻ പറയും. അതിന്റെ കേസിന്റെ പീരീഡ് ലിമിറ്റേഷൻ പീരീഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നമ്മൾ വേറെ നമുക്ക് അന്വേഷണത്തിലും അത് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിനകത്ത് ഇനി എന്തായിരിക്കും? കാരണം തെരഞ്ഞെടുപ്പ് ഭരണാധികാരി എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. ഉണ്ട്. അത് അന്വേഷണം നമ്മൾ നിർത്തിവെച്ചിട്ടില്ല. അന്വേഷണം നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിനെ കൊണ്ട് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിന്റെ പ്രശ്നം ഈ മെറ്റീരിയൽസ് ട്രേസ് ഔട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേസ് റെഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൗത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് റെഫർ ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. റെഫർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുവാണോ ഇത് കാര്യങ്ങൾ? അത് അറിയത്തില്ല. എനിക്ക് അതിനെപ്പറ്റി അറിയിപ്പൊന്നുമില്ല. നിലവിൽ നിങ്ങളുടെ ഒരു അന്വേഷണം ഇത് ട്രേസ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ ഒരു ഇതിൽ നമ്മൾ തഹസിൽദാർക്ക് അന്നത്തെ EROമാരെല്ലാം കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ഇതിപ്പോൾ ട്രേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശരണ്യ, കേസ് അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് കളക്ടർ പറയുമ്പോഴും കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഒന്നുമില്ല മുന്നിൽ. പിന്നെ എങ്ങനെ ഈ കേസിൽ അവസാനിപ്പിച്ചിട്ടില്ല എന്നൊരു പ്രഖ്യാപനം മാത്രം നടത്തുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? എന്താണ് ഇതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം? ശ്രീജ, നമ്മളോട് പ്രതികരിച്ചത് ജില്ലാ കളക്ടറായ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ഭരണാധികാരി കൂടിയാണ് ജില്ലാ കളക്ടർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആലപ്പുഴയിൽ അത്തരത്തിൽ ജി സുധാകരന്റെ പോസ്റ്റൽ വോട്ട് തിരുത്തലുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ കേസിൽ ആദ്യമായി തന്നെ നിയമ നടപടികളിലേക്ക് കടന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു. തിരഞ്ഞെടുപ്പിന്റെ കമ്മീഷന്റെ ഭാഗമായി ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ് ആലപ്പുഴ പോലീസിൽ പരാതി നൽകിയത്. ജില്ലാ SP പരാതി നൽകുകയും പിന്നീട് അത് സൗത്ത് പോലീസ് അന്വേഷിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനകത്ത് പോലീസ് മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കേസ് റെഫർ ചെയ്യുന്നതിന് വേണ്ടി ആലപ്പുഴ സൗത്ത് SHO ജില്ലാ പോലീസ് മേധാവി SP മോഹനചന്ദ്രന്റെ അനുമതി തേടിയിരുന്നു. പക്ഷേ ആ അനുമതി തേടിയുള്ള റിപ്പോർട്ടിന്മേലും ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കേസ് റെഫർ ചെയ്യുന്ന ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ കേസ് ഇപ്പോഴും ലൈവായി തന്നെ അവർ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നതെന്ന് പറഞ്ഞാൽ ആ പോസ്റ്റൽ വോട്ടുകൾ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതിന്റെ കൃത്യമായ ഇടവേളകളിൽ ഈ പോസ്റ്റൽ വോട്ടുകൾ നശിപ്പിച്ച് കളയാറുണ്ട്. അത്തരത്തിൽ ഈ പോസ്റ്റൽ വോട്ടുകൾ ഈ കേസിലെ ഏറ്റവും നിർണായകമായ തിരുത്തിയെന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന പോലീസ് പരിശോധിക്കേണ്ട പോസ്റ്റൽ വോട്ടുകൾ നഷ്ടമായി എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടിയാണ് ഇപ്പോൾ ജില്ലാ കളക്ടറിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ മറ്റേതെങ്കിലും രീതിയിൽ അതിന്റെ എവിഡൻസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ 1 മാസത്തിന് മേളിലായി സൗത്ത് പോലീസ് ഈ കേസ് റെഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ അനുവാദം തേടിയിട്ട്, എന്നാൽ അത്തരത്തിലൊരു റെഫർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള തീരുമാനത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ തങ്ങൾക്ക് യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായ കളക്ടർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ള വിലയിരുത്തലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1989 നടന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്നുള്ളതാണ്. കഴിഞ്ഞ NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ പങ്കെടുത്ത ഒരു പരിപാടിയിലാണ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം ഉണ്ടായത്. അതായത് NGO യൂണിയൻ നേതാക്കന്മാർ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ അത് പാർട്ടി ഓഫീസിൽ നൽകേണ്ട ആവശ്യമില്ല. പാർട്ടി ഓഫീസിൽ ഇടതുപക്ഷത്തിന് എന്ന് പറഞ്ഞ വോട്ട് രേഖപ്പെടുത്തി നൽകുന്ന വോട്ടുകൾ പലതും ഇടതുപക്ഷത്തിനല്ല, അത്തരത്തിൽ ചില പരിശോധനകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ തുറന്ന് പരിശോധിക്കാറുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായത്. എന്നാൽ ജി സുധാകരൻ അത് പിന്നീട് ഒരു ഘട്ടത്തിൽ തിരുത്തുകയും ചെയ്തു. ഈ വോട്ടുകൾ തങ്ങളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല, അത്തരത്തിൽ വോട്ട് ചെയ്യേണ്ടവർ നേരിട്ട് പോസ്റ്റൽ വോട്ടുകൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ
പോലീസ് ആ പ്രസംഗം നടന്ന പിറ്റേ ദിവസം വൈകിട്ട് തന്നെ എഫ്ഐആർ എടുത്തൊരു സാഹചര്യമുണ്ടായി. നിയമോപദേശം തേടിയ ഘട്ടത്തിൽ പോലും ഈ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാവില്ല, മറിച്ച് ഈ പ്രസംഗത്തിന്റെ ഈ സംഭവം നടന്നതിന്റെ കാലപ്പഴക്കം ഈ കേസിനെ ബാധിക്കുമെന്നുള്ള ചോദ്യം മാത്രമായിരുന്നു നിയമോപദേശത്തിന് പോലും പോലീസ് വെച്ചത്. പക്ഷേ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ എവിഡൻസ് ആയിട്ടുള്ള ഈ പോസ്റ്റൽ വോട്ടുകൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിപ്പോൾ ഇല്ല എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ ജില്ലാ കളക്ടറിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കേസിൽ നിർണായക തെളിവായ പോസ്റ്റൽ വോട്ടുകൾ ഇനി ഉണ്ടാവില്ല എന്നുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ നമുക്ക് ലഭ്യമായി. അതിനപ്പുറത്തേക്ക് പക്ഷേ അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ഈ പരിശോധന നടന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിനെതിരെ CPM ജില്ലാ സെക്രട്ടറി അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഇനിയുള്ള ബാക്കിയുള്ള എവിഡൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എന്ത് നടപടികളാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യമായി നിൽക്കുന്നത്. പരിശോധനകൾ ഉണ്ടാകുമോ? അതായത് പാർട്ടി ഓഫീസിൽ വെച്ചാണ് ഇത് നടന്നിട്ടുള്ളതെന്നാണ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ അടക്കം നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ ദൂരം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് കളക്ടറുടെ വാക്കുകളിലും പ്രകടമാണ്.